ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പാഠാവലിയിലെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ നരേന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ ഉറപ്പായും നമുക്ക് SSLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ് നരേന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും കേട്ടിരിക്കുക. അപ്പോൾ ടീച്ചർ ഉത്തരം പറയാം. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നരേന്ദ്രൻ. നേപ്പാളിയായ ഗൂർഖ വാച്ച്മാനാണ് നരേന്ദ്രൻ. ഓർമ്മ വച്ച കാലം മുതൽ നരേന്ദ്രൻ സ്വന്തം പിതാവിനെ അന്വേഷിച്ച് നടക്കുന്നതായാണ് കഥയിലുടനീളം കാണാൻ കഴിയുന്നത്. സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരു വാക്ക് പോലും പറയാതെ ഒളിച്ചോടിപ്പോയ തൻ്റെ പിതാവിനോട് തെല്ല് വെറുപ്പും അമ്മയുടെ അളവറ്റ സ്നേഹവും വാത്സല്യവും അവനുണ്ടായിരുന്നു. ദുഃഖിതയും രോഗിണിയുമായ അമ്മയെ പോറ്റാൻ അവൻ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. എന്നെങ്കിലും തൻ്റെ പിതാവിനെ കണ്ടുമുട്ടിയാൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകൾ അയാളെ അറിയിക്കണമെന്ന ചിന്ത നരേന്ദ്രനുണ്ടായിരുന്നു. ബുദ്ധഗയയിൽ വെച്ച് ലാമയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം പിതാവിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രേരണയായി. അമ്മയുടെ മരണശേഷം നരേന്ദ്രൻ തൻ്റെ പിതാവിനെ തേടി കേരളത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ അമ്മയോടുള്ള ആത്മാർത്ഥ സ്നേഹവും തൻ്റെ പിതാവിനെ കണ്ടെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യവുമാണ് നരേന്ദ്രനെ ലക്ഷ്യത്തിൽ എത്തിച്ചത്. താൻ ചെയ്യുന്ന ജോലിയോട് നരേന്ദ്രൻ ആത്മാർത്ഥത പുലർത്തിയിരുന്നു. കൂടാതെ വിനയവും സത്യസന്ധതയും നിറഞ്ഞതായിരുന്നു നരേന്ദ്രൻ്റെ സ്വഭാവ സവിശേഷത. അതിനുദാഹരണമായിരുന്നു ഗ്രാമീണർക്ക് നരേന്ദ്രൻ പ്രിയപ്പെട്ടവനായി മാറിയത്. വളരെയേറെ കഷ്ടതകളിലൂടെയും യാതനകളിലൂടെയും സഞ്ചരിച്ച് തൻ്റെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന മൂല്യബോധമുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തിത്വമുള്ളൊരു കഥാപാത്രമായി നരേന്ദ്രൻ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം നരേന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ ചെറിയ രൂപത്തിലാണ് ടീച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ചോദ്യവുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.